ആദർശേട്ടാ അനി അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുവേ. നന്ദുവിൻ്റെ ഫ്രണ്ട്സ് ഇവിടെ വന്നിട്ട് നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോയെന്ന് പറയേ. അപ്പം ആദർശ് പറയും അനി ഇവിടെ ഇല്ല, അവനിവിടെ വെളിയിലെങ്ങാണ്ട് പോയിരിക്കാൻ തോന്നുന്നു, വണ്ടി ഇല്ലെന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും നീ എന്തിനാ അവളെ ഇത്ര ഈ രാത്രിക്ക് വിട്ടേന്ന് ചോദിക്കുവേ. അപ്പോഴത്തേക്കിനും ഫ്രണ്ട്സൊക്കെ ഇവിടെ വന്ന് കൂട്ടിക്കൊണ്ട് പോയതാണ്, നാളെ ഒരു ദിവസമല്ലേ ഉള്ളൂ, മറ്റന്നാൾ പോവുമല്ലേ. അന്നത്തേക്കിനും അമ്മയോട് പറഞ്ഞിട്ട് വിട്ടതാന്നിങ്ങനെ പറയും കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ആദർശൊക്കെ പറയുന്നുണ്ട് അനിയും നന്ദുവും തമ്മിൽ എത്രത്തോളം കാണുന്നു അത്രത്തോളം അകലം അനാമികയും അനിയും തമ്മിലുണ്ടാവുമെന്നൊക്കെ ഇങ്ങനെ ആദർശം പറയുന്നുണ്ട്. അത് തന്നെയല്ല, നേരത്തെ പോലെയല്ല അനിയുടെ സ്വഭാവം. അവൻ ഇത്തിരി ദേഷ്യത്തിലാണ്. മറ്റൊന്നും കൊണ്ടല്ല, നേരത്തെ തന്നെ അവർ തമ്മിൽ ഇഷ്ടത്തിലുള്ള കാര്യം കല്യാണത്തിന് മുന്നേ പറഞ്ഞതായിരുന്നല്ലോ, നമ്മളത് കേട്ടില്ലല്ലോ. ആ ദേഷ്യം അവൻ കാണിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയേ. അപ്പോൾ നമ്മുടെ നയന പറയുന്നുണ്ട് അനി ഒന്നുകൂടൊന്ന് ഉപദേശിക്കണം എന്ന് പറയും കേട്ടോ. ഞങ്ങളിവിടെ നന്ദുവിനെ ഉപദേശിക്കുന്നുണ്ട്, ആദർശേട്ടൻ അനിയെ ഒന്ന് ഉപദേശിക്കണമെന്ന് വീണ്ടും വീണ്ടും പറയുന്നുണ്ട്. മനുഷ്യൻ്റെ ജീവിതത്തിലെ ഒരു സന്തോഷം എന്ന് പറയുന്നത് കല്യാണം തന്നെയല്ലേ. അതിലവന് ഒരു സന്തോഷവും ഇല്ല. ഇവിടെ 3 ബ്രാൻഡിൻ്റെ ചുമതലയാണ് അവന് കൊടുത്തിരിക്കുന്നത്, അതിൻ്റെ ഒരു സന്തോഷം അവൻ്റെ മുഖത്ത് കാണുന്നില്ല. അനി ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ വിളിച്ച് പറയാം, അല്ലെങ്കിൽ നീ ഉറപ്പിച്ചോ ഫ്രണ്ട്സിനൊപ്പം നന്ദു പോയത് അനിയെ കാണാൻ തന്നെയാണെന്നിങ്ങനെ ആദർശ് പറയുവേ. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ നന്ദു ഇങ്ങനെ കൂട്ടുകാരോടൊപ്പം വരുവാണ്. അപ്പോൾ നമ്മുടെ അനി ഇങ്ങനെ റൂമിലിരിക്കുക കേട്ടോ. നിലാവത്തെ അയച്ചു വിട്ട് നനഞ്ഞ കോഴിയെ പോലെ നമ്മുടെ അനി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഫ്രണ്ട്സാണ് ആദ്യം റൂമിലേക്ക് കയറി വരുന്നത്. അതിന് ശേഷം പിന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക കേട്ടോ. എടാ നിൻ്റെ കൂട്ടുകാർ നീ അന്വേഷിച്ച ആളെ കൂട്ടിക്കൊണ്ട് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും നന്ദു പിന്നെ പെട്ടെന്ന് ഉള്ളിലോട്ട് ഇങ്ങനെ പതിയെ കയറി വരും കേട്ടോ. അപ്പോഴത്തേക്കും നന്ദുവിനെ കണ്ടതും ആകെപ്പാടെ അനിയുടെ സകല ഭാവങ്ങളും മാറി മുഖത്ത് ചീരിയൊക്കെ വിടർന്ന് ഒന്ന് പ്രസന്നമായി കേട്ടോ. പിന്നെ നമ്മുടെ നന്ദു പറയുന്നുണ്ട് നീ എന്നെ വളരെയധികം വിഷമിപ്പിക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേക്കിനും അനിയും പറയുന്നുണ്ട് നീയും എന്നെ വിഷമിച്ചുകൊണ്ടിരിക്കുക എന്ന് പറയും കേട്ടോ. അപ്പോഴത്തേക്കിനും കൂട്ടുകാരന്മാർ നിൽക്കുകയാണല്ലോ, ഇവരുടെ വിഷമം ഇവർ പറഞ്ഞു തീർക്കട്ടെ, നമുക്ക് വെളിയിൽ നിൽക്കാമെന്ന് പറഞ്ഞാൽ അവർ വെളിയിലോട്ട് പോവേ. ഇങ്ങനെ നന്ദു ഇങ്ങനെ പറയുക എനിക്ക് പെട്ടെന്ന് പോകണം, എന്നെ അവർ കാത്തിരിക്കുക, വിഷുവിൻ്റെ ഒരുക്കങ്ങളൊക്കെ നടക്കുക എന്നൊക്കെ ഇങ്ങനെ പറയും കേട്ടോ. അന്നേരത്തേക്കിനും പിന്നെ നന്ദു പറയും ഏത് നേരത്താണോ എനിക്ക് നിന്നെ പരിചയപ്പെടാൻ തോന്നിയത് ഇങ്ങനെ പറയുക. അപ്പം നമ്മുടെ അനി പറയുന്നുണ്ട് എൻ്റെ നല്ല നേരത്താണ് എനിക്ക് നിന്നെ പരിചയപ്പെടാൻ തോന്നിയത്, പക്ഷേ പിന്നീടൊരു നല്ല നേരം നോക്കി നീ എനിക്കൊപ്പം വരാൻ തയ്യാറായില്ല. ആ സമയത്ത് എൻ്റെ കണ്ണു മൂടി കെട്ടി എന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു, ഒരു സുഹൃത്തായിട്ടാണ് നീ എന്നെ കാണുന്നതെന്ന് നുണ പറഞ്ഞു. ഉള്ളിലെ സ്നേഹം മറച്ചു വെച്ച് അങ്ങനെ ചെയ്തതാ ഇതിനെല്ലാത്തിനും കാരണം. അങ്ങനെ നടന്നിരുന്നെങ്കിൽ അനാമികയായിട്ടുള്ള കല്യാണം നടക്കില്ലായിരുന്നു, സമയം ഞാൻ മാറ്റി വെപ്പിച്ചിട്ടുണ്ടാകുമായിരുന്നു ആദർശേട്ടനോട് പറഞ്ഞ് എന്നിങ്ങനെ അനി പറയുകയാണേ. എൻ്റെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ എന്താ പറയുന്നതെന്നറിയോ, ഉള്ളിലെ ഇഷ്ടം സമയത്ത് പറയാതിരുന്നതാണെന്നാണ്. അതോടൊപ്പം തന്നെ ആ മുത്തശ്ശനും മുത്തശ്ശിയും